കർഷക ദിനം അല്ലെങ്കിൽ ഫാർമേഴ്സ് ഡേ 2 ദിവസം മുമ്പാണ് കർഷക ദിനം കഴിഞ്ഞു പോയത്. ഈ ഒരു AI യുഗത്തിൽ അതിന് ആരും വേണ്ടത്ര വാല്യൂ കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് നമ്മളെ യുവാക്കൾക്കിടയിലൊക്കെ അവർക്ക് ഈ മണ്ണിൽ ഇറങ്ങാനും കൃഷി ചെയ്യാനൊക്കെ വളരെയധികം മടിയാണ്. അതിന് ഒരു മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി എന്നുള്ളത് ഒരു സാധാരണക്കാരന്റെ ജോലിയായിട്ടും അതേപോലെ തന്നെ ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ പോലെ തന്നെ ലക്ഷങ്ങളോ കോടികളോ ഒന്നും സമ്പാദിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് കൃഷി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ടെക്നോളജി AI ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫാമിങ്ങിൽ ടെക്നോളജി കൊടുത്തിട്ട് എയറോപോണിക്സ്, അക്വോപോണിക്സ്. എയറോപോണിക്സ് പറഞ്ഞാൽ എയർ മാത്രമായിട്ട്, അതായത് സോയിൽ ഇല്ലാതെ, അതേപോലെ തന്നെ ഈ വാട്ടർ ഇല്ലാതെ എയറോപോണിക്സ്, പിന്നെ അക്വോപോണിക്സ് വെള്ളവും മീനും കൂടിയിട്ടുള്ള അക്വോപോണിക്സ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഗ്രീൻ ഹൗസിലാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇത് ഗ്രീൻ ഹൗസ് ആണ്. നല്ല കുക്കുംബറൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. അപ്പോ ഇങ്ങനെയുള്ള പല ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പ്രിസിഷൻ ഫാമിംഗ് ഉണ്ട്. ഇപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനാണെങ്കിൽ നമുക്ക് ടെറസിന് മുകളിലൊക്കെ വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് നല്ല ഈ ടെക്നോളജി AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റിയ ഒരു മേഖലയും കൂടിയാണ് ഈ ഒരു കൃഷി എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഹൈഡ്രോപോണിക്സ്, അക്വോപോണിക്സ്, എയറോപോണിക്സ്, ഫോഗ് വെച്ചിട്ട് ഫോഗ് പോണിക്സ്, വെർട്ടിക്കൽ ഫാമിങ്, പ്രിസിഷൻ ഫാമിങ്, ഗ്രീൻ ഹൗസ് ഫാമിങ്, ഇതിനൊക്കെ കുറിച്ചിട്ട് പഠിക്കുക. ഈ മേഖലയിലേക്ക് ഇറങ്ങാൻ നല്ല രീതിയിൽ ഞങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും. അപ്പോ 2 ദിവസം വൈകിട്ടാണെങ്കിലും എല്ലാ കർഷകർക്കും ഹാപ്പി ഫാർമേഴ്സ് ഡേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.